ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർമെലൺ മൊജിറ്റോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മൊജിറ്റോ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കാം. ജാർ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത പീസസ് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. അത് ചെറിയ ചെറിയ പീസാക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഷുഗറാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ഒരു 1/4 ഗ്ലാസോളം മതി. ഒരു ഐസ് ക്യൂബ് ആണെങ്കിൽ 4-5 ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുത്തിട്ട് നമുക്കത് അരിച്ച് കൊടുക്കണം കേട്ടോ. അതിൽ ആ വാട്ടർമെലനിലെ കുരുകളുണ്ടാവും, അതുപോലെ ഇഞ്ചിയുടെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അതിങ്ങനെ മെല്ലെ ആക്കി കൊടുത്താൽ തന്നെ നല്ല അരി നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നന്നായിട്ട് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരിച്ചെടുത്ത ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അത് ഞാൻ ഇതിലേക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുതിന ഇലയാണ്. പുതിന ഇല നമുക്ക് അത് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് എടുക്കും. അപ്പോൾ അത്രയും ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് എടുക്കും. അപ്പോൾ അതിങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ തന്നെ ഒന്ന് മിക്സ് ആകുമ്പോൾ തന്നെ അതിലേക്ക് അതിൻ്റെ ആ സ്മെല്ലും ഇതിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ടായി പോയതാണ്. ഒരു നാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുതിന ഇട്ടതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒന്നുമില്ല, നമുക്ക് ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഹാഫ് ഒഴിച്ചാൽ മതി. കാരണം നമുക്ക് ഇനി ഒരു സോഡ ആഡ് ചെയ്യണം. സോഡയാണ് വേണ്ടത്. ആ സോഡ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ജ്യൂസിലേക്ക് ഒഴിക്കേണ്ട പറഞ്ഞത്. ഫുള്ളായിട്ട് ചെയ്ത് സോഡ അങ്ങനെ പൊങ്ങി വരികയുള്ളത് ഇതായിട്ട് പൊട്ടിച്ചിട്ട് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്നുമില്ല, നമുക്ക് കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കുടിക്കണേ, അല്ലെങ്കിൽ ആ സോഡയുടെ പെട്ടെന്ന് പോകണ മുന്നേ അപ്പം തന്നെ നമ്മൾ ഒഴിച്ചതും വേഗം കുടിക്കണം. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റില്ല. നമ്മൾ കുടിക്കുന്ന സമയത്ത് അപ്പം തന്നെ സ്പോട്ടിൽ ഉണ്ടാക്കുക, കുടിക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കിഡിലും ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആണെങ്കിൽ നോമ്പ് തുറന്നത് സോഡ കുടിക്കേണ്ട, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് സെറ്റാകാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ എല്ലാത്ത സമയത്തും ഇപ്പോൾ ചൂടല്ലേ, നോമ്പൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ. നല്ല തണുപ്പ് വാട്ടർമെലൺ മൊജിറ്റോ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.